അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തോടുകൂടി നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു പാരായണം. ശ്രീമദ്ദേവി ഭാഗവതം അഥ പ്രഥമസ്കന്ധ തൃതീയോധ്യായ. സൂത ഉവാച ശൃണ്വന്തു സംപ്രവക്ഷ്യാമി പുരാണാനി മുനീശ്വരാ യഥാശ്രുതാനി തത്വേന വ്യാസാൽ സത്യവതി സുതാത്. മദ്വയം ഭദ്വയം ചൈവ ഭത്രയം വചതുഷ്ടയം ലിംഗകുസ്കാനി പുരാണാനി പൃഥക് പൃഥക്. 14 സഹസ്രം ച മാത്സ്യമാദ്യം പ്രകീർത്തിതം. തഥാ ഗ്രഹസഹസ്രം തു മാർക്കണ്ഡേയം മഹാദ്ഭുതം. 14 സഹസ്രാണി തഥാ 500 ച ഭവിഷ്യം പരിസംഖ്യാതം മുനിഭിസ്തത്വദർശിഭിः. 18 സഹസ്രം വൈ പുണ്യം ഭാഗവതം കില. തഥാ ചായുധസംഖ്യാകം പുരാണം ബ്രഹ്മസംജ്ഞകം. 12 സഹസ്രാണി ബ്രഹ്മാണ്ഡം ച ശതാധികം. തഥാ 18 സഹസ്രം ബ്രഹ്മവൈവർത്തമേവ ച. അയുതം വാമനാഖ്യം ച വായവ്യം 600 ച. 24 സംഖ്യാത സഹസ്രാണി തു ശൗനക. 23 സഹസ്രം വൈഷ്ണവം പരമാത്ഭുതം. 24 സഹസ്രം വാരാഹം പരമാത്ഭുതം. 16 സഹസ്രാണി പുരാണം ചാഗ്നിസംജ്ഞിതം. 25 സഹസ്രം നാരദം പരമം മതം. 55 സഹസ്രം പത്മാഖ്യം വിപുലം മതം. 11 സഹസ്രാണി ലിംഗാഖ്യം ചാതിവിസ്തൃതം. 19 സഹസ്രം ഗാരുഡം ഹരിഭാഷിതം.
സപ്തദശ സഹസ്രം ച പുരാണം കൂർമ്മഭാഷിതം ഏകാശീതിസഹസ്രാണി സ്കന്ധാഖ്യം പരമാദ്ഭുതം പുരാണാഖ്യാ ച സംഖ്യാ ച വിസ്തരേണ മയാ നഘാം തഥൈവോപപുരാണാനി ശൃണ്വന്തു ഋഷിസത്തമാ സനൽകുമാരം പ്രഥമം നാരസിംഹം തതഃപരം നാരദീയം ശിവം ചൈവ ദൗർവാസസമനുത്തമം കാപിലം മാനവം ചൈവ തഥാ ച ഉശന സംസ്മൃതം വാരുണം കാളികാഖ്യം ച സാംബം നന്ദീകൃതം ശുഭം സൗരം പരാശരപ്രോക്തം ആദിത്യം ചാതിവിസ്തരം മാഹേശ്വരം ഭാഗവതം വാസിഷ്ഠം ച സവിസ്തരം ഏതാന്യുപപുരാണാനി കഥിതാനി മഹാത്മഭി അഷ്ടാദശ പുരാണാനി കൃത്വാ സത്യവതി സുതാ ഭാരതാഖ്യാനമതുലം ചക്രേ തതുപബൃംഹിതം മന്വന്തരേഷു സർവേഷു ദ്വാപരേ ദ്വാപരേ യുഗേ പ്രാദുഃകരോതി ധർമാർത്ഥി പുരാണാനി തഥാവിധി ദ്വാപരേ ദ്വാപരേ വിഷ്ണുർവ്യാസരൂപേണ സർവദാ വേദമേകം സബഹുധാ കുരുതേ ഹിതകാമ്യയാ അല്പായുഷോ അല്പബുദ്ധീംശ്ച വിപ്രാൻ ജ്ഞാത്വാ കലാവധ പുരാണസംഹിതാം പുണ്യാം കുരുതേ സൗ യുഗേ യുഗേ സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ന വേദശ്രവണം മതം തേഷാമേവ ഹിതാർത്ഥായ പുരാണാനി കൃതാനി ച മന്വന്തരേ സപ്തമേത്ര ശുഭേ വൈവസ്വതാഭിധേ അഷ്ടാവിംശതിമേ പ്രാപ്തേ ദ്വാപരേ മുനിസത്തമാ വ്യാസ സത്യവതി സൂനു ഗുരുർമേ ധർമ്മവിത്തമാ ഏകോനത്രിംശൽ സംപ്രാപ്തേ ദ്രൗണിർവ്യാസോ ഭവിഷ്യതി അതീതാസ്തു തഥാ വ്യാസ സപ്തവിംശതിരേവ ച പുരാണസംഹിതാ തൈസ്തു കഥിതാസ്തു യുഗേ യുഗേ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ ശ്രീജഗദംബികായൈ നമഃ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ഭാഷാഗാനം പ്രഥമസ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായം പുരാണ സംഖ്യാ നിർണയം. സൂതൻ പറഞ്ഞു: അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സത്യവതി പുത്രനായ വേദവ്യാസനിൽ നിന്നായി സൂതനായ ഞാൻ പഠിച്ചു പുരാണ തത്വം. അതനുസരിച്ചു ഞാനും മുനിമാരെ പറഞ്ഞിടാം അത്യധികം ശ്രേഷ്ഠമായ പുരാണമെല്ലാം. മായിൽ 2, ഭായിൽ 2, ഗായിൽ 3, വായിൽ 4, അയിലും നായിലും ഓരോ പുരാണങ്ങളും. പായിൽ പിന്നെ ലിംയിൽ ഗായിൽ കൂയിൽ സ്കായിൽ എന്നിങ്ങനെ തുടങ്ങുന്നു 18 പുരാണങ്ങളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മുമ്പു പറഞ്ഞ മത്സ്യത്തിൽ 14,000 ശ്ലോകം, മാർക്കണ്ഡേയത്തിലോ 9,000-ഉം, ഭവിഷ്യത്തിൽ 14,000-ഉം പിന്നെ 500-ഉം ശ്ലോകമെന്നു പറയുന്നു തത്വദർശികൾ. ഭാഗവത പുരാണത്തിൽ 18,000-മല്ലോ, ബ്രഹ്മപുരാണത്തിൽ 10,000 ശ്ലോകം. ബ്രഹ്മാണ്ഡ പുരാണത്തിലോ 10,000-ഉം 100-ഉം
ബ്രഹ്മവൈവർത്തത്തിൽ 18,000 വാമനത്തിൽ 10,000 വായു 24 പിന്നെ 600 ശൗനക കേൾക്കൂ വൈഷ്ണവത്തിൽ 23,000 വരാഹത്തിൽ 24,000 ശ്ലോകവുമുണ്ട് അഗ്നിപുരാണത്തിൽ 16,000 ശ്ലോകമുണ്ട് നാരദീയം തന്നിൽ 25,000 പത്മപുരാണം തന്നിലോ 55,000 ലിംഗപുരാണത്തിൽ 11,000 ഗരുഡത്തിൽ 19,000 ശ്ലോകമുണ്ട് കൂർമ്മപുരാണത്തിൽ 17,000 സ്കാന്ദപുരാണത്തിൽ 81,000 ശ്ലോകമുണ്ട് പുരാണത്തിൻ പേരുകളും ശ്ലോകസംഖ്യയും അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അനന്തരം ഉപപുരാണങ്ങളെയും കേട്ടിടുക ആദ്യം സനൽകുമാരവും നാരസിംഹവും നാരദീയം ശിവം പിന്നെ ദൗർവാസവം കാപിലവും മാനവവും അതുപോലെ ഔഷനസവും വാരുണം കാളികം പിന്നെ നന്ദീശ്വരം അതുപോലെ സൗരം പാരാശരവും നൽ ആദിത്യം താനും മാഹേശ്വരം ഭാഗവതം വാസിഷ്ഠം എന്നിങ്ങനെയായി ഉപപുരാണങ്ങളാകെ 18 സത്യവതി പുത്രനായ വേദജ്ഞനാം വേദവ്യാസൻ 18 പുരാണങ്ങൾ ആദ്യം നിർമ്മിച്ചു അവയേക്കാൾ വിപുലവും അതുല്യവുമായിട്ടുള്ള ഭാരതമാമിതിഹാസം പിന്നെ നിർമ്മിച്ചു സർവമന്വന്തരത്തിലും ദ്വാപരത്തിൽ ധർമാർത്ഥിയാം വേദവ്യാസൻ പുരാണങ്ങൾ ചമറ്റിടുന്നു ദ്വാപരയുഗങ്ങളിലോ വിഷ്ണു വ്യാസനായി പിറക്കും വേദത്തെ ലോകഹിതമായി വിഭജിച്ചിടും അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അല്പായുസ്സുകളായിട്ടും അല്പബുദ്ധികളായിട്ടും അന്ധണന്മാർ കലികാലേ ജീവിച്ചിടുന്നു അതിനെ മനസ്സിലാക്കി യുഗം തോറും അദ്ദേഹം പുണ്യപുരാണം രചിച്ചിടുന്നു വേദശ്രവണം വിധിക്കാത്തവരാകും ജനങ്ങൾ താൻ വനിതകൾ ശൂദ്രജനം എന്നിവരെല്ലാം വിപ്രന്മാരിൽ താണവരും ഇത്തരത്തിൽപ്പെട്ടവർ താൻ വ്യാസൻ രചിച്ചു പുരാണം ഇവർക്കു വേണ്ടി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം വൈവസ്വതമെന്ന പേരിൽ ശുഭമായ 7ാമത്തെ മന്വന്തരത്തിൽ 28ാമത്തെ ദ്വാപരയുഗത്തിലാണു മുനിമാരെ കേട്ടിടുക 28ാമത്തെ വ്യാസനുണ്ടായി ധർമ്മജ്ഞരിൽ ശ്രേഷ്ഠനായ 28ാമത്തെ വ്യാസനല്ലോ മമ ഗുരു കൃഷ്ണനാമിയും സത്യവതി പുത്രനായ ഇദ്ദേഹമോ 29ാം ദ്വാപരം തന്നിൽ ദ്രൗണിയായിടും
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇത്തരത്തിൽ 27 വ്യാസന്മാർ കഴിഞ്ഞു. അവർ പുരാണങ്ങൾ രചിക്കുകയും ചെയ്തു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ഈ ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 31ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 24 ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പുരാണ സംഖ്യാനിർണയം എന്നാണ് ഈ അധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത്. സൂതൻ്റെ വാക്കുകളാണ് ഈ 24 ശ്ലോകങ്ങളും. പുരാണ സംഖ്യകളെക്കുറിച്ച് പുരാണത്തിൽ ഓരോ പുരാണത്തിലും എത്രയെത്ര ഉണ്ട് ശ്ലോകങ്ങൾ, ഏതൊക്കെയാണ് ആ പുരാണങ്ങൾ എന്നൊക്കെ പറയുകയാണ്. സൂതൻ പറയുന്നു, ശൃണ്വന്തു സംപ്രവക്ഷ്യാമി പുരാണാനി മുനീശ്വരാഹ യഥാ ശ്രുതാനി തത്വേന വ്യാസാൽ സത്യവതീസുതാൽ. സത്യവതീസുതനായ വ്യാസനിൽ നിന്ന് പുരാണതത്വങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ശൃണ്വന്തു സംപ്രവക്ഷ്യാമി, അല്ലയോ മുനീശ്വരന്മാരെ അതിനെ നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. അതിന് എളുപ്പത്തിലുള്ളൊരൊറ്റ ശ്ലോകം കൊണ്ട് ഏതൊക്കെയാണ് പുരാണങ്ങൾ എന്ന് പറഞ്ഞു. 2 വരി കൊണ്ട്. മദ്വയം ഭദ്വയം ചൈവ ഭത്രയം വ ചതുഷ്ടയം അനാപലിംഗകുസ്കാനി പുരാണാനി പൃഥക് പൃഥക്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. മദ്വയം, മാ എന്ന് തുടങ്ങുന്ന 2 പുരാണങ്ങളുണ്ട്. മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. അതേപോലെ ഭദ്വയം, ഭ എന്ന് തുടങ്ങുന്ന 2 പുരാണങ്ങളുണ്ട്. ഭവിഷ്യം, ഭാഗവതം. ഭത്രയം, ഭ എന്ന് തുടങ്ങുന്നത് 2 അല്ല 3 എണ്ണമാണ്. അത് ബ്രഹ്മം, ബ്രഹ്മാണ്ഡം, ബ്രഹ്മവൈവർത്തം എന്നീ പുരാണങ്ങളാണ്. വാ എന്ന് തുടങ്ങുന്നത് 4 എണ്ണമാണ് എന്ന് പറഞ്ഞു. വായുപുരാണം, വൈഷ്ണവപുരാണം, വരാഹപുരാണം, വാമനപുരാണം, ഇങ്ങനെ 4. പിന്നെ ഓരോന്ന്. അനാപലിംഗകുസ്കാനി, ആ എന്ന് തുടങ്ങുന്ന പുരാണം അഗ്നിപുരാണം. നായിൽ തുടങ്ങുന്നത് നാരദപുരാണം അല്ലെങ്കിൽ നാരദീയം. പായിൽ തുടങ്ങുന്നത് പത്മപുരാണം. ലിം എന്നതിൽ തുടങ്ങുന്നത് ലിംഗപുരാണം. ഗായിൽ തുടങ്ങുന്നത് ഗാരുഡപുരാണം. കൂയിൽ തുടങ്ങുന്നത് കൂർമ്മപുരാണം. സ്കായിൽ തുടങ്ങുന്നത് സ്കന്ദപുരാണം അല്ലെങ്കിൽ സ്കാന്തം. ഇത്രയുമാണ്
ഈ 18 പുരാണങ്ങൾ. മായിൽ 2, ഭായിൽ 2, 4. പിന്നെയോ അതേപോലെ തന്നെ ബായിൽ 3, 4 3 7. പിന്നെ വാ ചതുഷ്ടയം, വായിൽ തുടങ്ങുന്നത് 4, അപ്പോൾ 7 4 11. ആ നാപ ലിംഗ കുസ്ക 7 അപ്പോൾ 18 പുരാണങ്ങൾ. ഇനി ഈ 18 പുരാണങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ എണ്ണം എങ്ങനെയാണ് എന്ന് പറയുകയാണ്. ചതുർദശ സഹസ്രം ച മാത്സ്യമാദ്യം പ്രകീർത്തിതം. ആദ്യം പറഞ്ഞ മത്സ്യപുരാണത്തിൽ എത്രയാണ്? 14,000 ശ്ലോകങ്ങൾ. അതേപോലെ തന്നെ മാർക്കണ്ഡേയ പുരാണത്തിലോ ശ്ലോകസംഖ്യ തഥാ ഗ്രഹസഹസ്രം തു മാർക്കണ്ഡേയം മഹാത്ഭുതം. മഹാത്ഭുതമായ മാർക്കണ്ഡേയത്തിൽ 9,000 ശ്ലോകങ്ങളാണ് എന്ന് പറഞ്ഞു. ഭവിഷ്യപുരാണത്തിൽ ചതുർദശ സഹസ്രാണി തഥാ 500 ച ഭവിഷ്യം. അപ്പോൾ 14 പിന്നെ 500, 14,500 ഈ ഭവിഷ്യപുരാണത്തിൽ ഉള്ളത്. പിന്നെയോ അതിനുശേഷം പറഞ്ഞു 18,000 ഭാഗവതത്തിലെ ശ്ലോകസംഖ്യ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? 18 സഹസ്രം വൈ പുണ്യം ഭാഗവതം കില തഥാ ചായുധസംഖ്യാകം. അവിടെ ബ്രഹ്മസംജ്ഞകം, ബ്രഹ്മം എന്ന പുരാണത്തിൽ 10,000, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 10,100, അതേപോലെ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ 18,000 തന്നെയാണ്. തഥാ 18 സഹസ്രം ബ്രഹ്മ വൈവർത്തമേവച്ച. അയുതം വാമനാഖ്യം, വാമനപുരാണത്തിൽ 10,000, വായുപുരാണത്തിൽ 600 ച. വായുപുരാണത്തിൽ പിന്നെ 24 സംഖ്യാത. അപ്പോൾ എത്രയായി? 24,600. വിഷ്ണുപുരാണത്തിലോ? വിഷ്ണുപുരാണത്തിൽ പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നു 23,000, വരാഹപുരാണത്തിൽ 24,000, അഗ്നിപുരാണത്തിൽ 16,000, നാരദീയത്തിൽ 25,000, പത്മപുരാണത്തിൽ 55,000, ലിംഗപുരാണത്തിൽ 11,000, ഗാരുഡത്തിൽ 19,000, കൂർമ്മപുരാണത്തിൽ 17,000. 17 സഹസ്രം ച പുരാണം കുർമ്മഭാഷിതം. 81 സഹസ്രാണി സ്കന്ധാഖ്യം പരമാത്ഭുതം. സ്കാന്ദപുരാണത്തിലോ 81,000 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും വലിയത് സ്കാന്ദപുരാണവും ഏറ്റവും ചെറുത് മാർക്കണ്ഡേയ പുരാണവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ പുരാണത്തിൻ്റെ പേരും അതിൻ്റെ ശ്ലോകസംഖ്യയും പറഞ്ഞു. ഇനി എന്തിനെക്കുറിച്ച് പറയാം? ഇനി ഉപപുരാണങ്ങളെക്കുറിച്ച് പറയാം എന്നാണ്. തഥൈവോപപുരാണാനി ശൃണ്വന്തു ഋഷിസത്തമ. അല്ലയോ ഋഷീശ്വരന്മാരെ, ഉപപുരാണങ്ങളെക്കുറിച്ച് കേട്ടോളൂ. ഏതൊക്കെയാണ് ഉപപുരാണങ്ങൾ? പറഞ്ഞു. ആദ്യത്തേത് സനൽകുമാരം, പിന്നെ നാരസിംഹം, നാരദീയം, ശിവം, ദൗർവാസസം, കാപിലം, മാനവം, ഔശനസം, വാരുണം, കാളികം, സാംബം, നന്ദീശ്വരം, സൗരം, പാരാശരം, ആദിത്യം, മാഹേശ്വരം, ഭാഗവതം, വാസിഷ്ഠം. ഇതാണ് ഇങ്ങനെ 18 പുരാണങ്ങൾ. ഏതാന്യുപപുരാണാനി കഥിതാനി മഹാത്മഭി. 18 പുരാണാനി കൃത്വാ സത്യവതി സുത. ഈ സത്യവതീപുത്രനായ വ്യാസൻ ഇത്രയും 18 പുരാണങ്ങൾ രചിച്ചതിന് ശേഷം ഇതിനേക്കാൾ വിപുലമായ, അതേപോലെ തന്നെ അതുല്യമായിരിക്കുന്ന ഭാരതം എന്ന പേരിൽ ഒരു ഇതിഹാസവും നിർമ്മിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ വേദവ്യാസൻ എന്ന് പറയുന്നത് കൃഷ്ണദ്വൈപായനനാണ്. 28ാമത്തെ ചതുർയുഗത്തിലെ വ്യാസനാണ്. അപ്പോൾ ഓരോ ചതുർയുഗത്തിലും ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ അംശമായി ഓരോ വ്യാസന്മാർ പിറക്കുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, മന്വന്തരേഷു സർവേഷു ദ്വാപരേ ദ്വാപരേ യുഗേ. എല്ലാ മന്വന്തരങ്ങളിലും ദ്വാപരയുഗത്തിൽ ധർമാർത്ഥിയായ വ്യാസൻ പുരാണാനി യഥാവിധി പ്രാദുക്കരോതി. പുരാണങ്ങൾ യഥാവിധി നിർമ്മിക്കുന്നു, ചമയ്ക്കുന്നു. ദ്വാപരേ ദ്വാപരേ വിഷ്ണുർ വ്യാസരൂപേണ സർവദ. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദ്വാപരയുഗത്തിലും ദ്വാപരയുഗം തോറും വിഷ്ണു വ്യാസരൂപത്തിൽ അവതരിച്ച് വേദമേകം, ഒരൊറ്റ വേദത്തെ ബഹുധാ കുരുതേ ഹിതകാമ്യയ, അതിനെ പലതായി
മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകഹിതാർത്ഥം. അല്പായുഷോ അല്പബുദ്ധിംശ്ച, ആയുസ്സും കുറവ് ബുദ്ധിയും കുറവുമായിട്ടുള്ള വിപ്രാഞ്ജ്ഞാത്വ കലാവധ, ഈ കലിയുഗത്തിലെ ബ്രാഹ്മണരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പുരാണ സംഹിതാം പുണ്യാം കുരുതേസൗ യുഗേ യുഗേ, അദ്ദേഹം ഓരോ യുഗത്തിലും ഓരോ ദ്വാപരയുഗത്തിലും പുണ്യപുരാണങ്ങളെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ഈ വ്യാസൻ. സ്ത്രീശൂദ്ര ദ്വിജബന്ധൂനാം ന വേദശ്രവണം മതം തേഷാമേവ ഹിതാർത്ഥായ പുരാണാനി കൃതാനി ച. വേദങ്ങൾ സ്ത്രീകൾ, ശൂദ്രന്മാർ, ബ്രാഹ്മണരിൽ തന്നെ കുറഞ്ഞ ആളുകൾ, ഇവരൊന്നും കേൾക്കാൻ പാടില്ല എന്നാണ് വിധി. അപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ വേദസാരമായിരിക്കുന്ന പുരാണങ്ങളെ വേദവ്യാസൻ നിർമ്മിച്ചു. പിന്നെ മന്വന്തരേ സപ്തമേത്ര ശുഭേ വൈവസ്വതാഭിധേ അഷ്ടാവിംശതിമേ പ്രാപ്തേ ദ്വാപരേ മുനിസത്തമ. വൈവസ്വതം എന്നു പേരുള്ള 7ാമത്തെ മന്വന്തരം, ഈ മന്വന്തരം, അതിൽ 28ാമത്തെ ദ്വാപരയുഗത്തിൽ അല്ലയോ ഋഷീശ്വരന്മാരെ, വ്യാസ സത്യവതീ സൂനു, വ്യാസൻ സത്യവതീ പുത്രനാണ്. അപ്പോൾ ഇവിടെ ഇനി ഈ സത്യവതീ പുത്രൻ, ധർമ്മജ്ഞന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ധർമ്മവിത്തമനായിരിക്കുന്ന ഇദ്ദേഹം 29ാമത്തെ ദ്വാപരം തുടങ്ങുമ്പോൾ ദ്രൗണിയായിട്ട് പിറക്കും എന്നും പറഞ്ഞു. ഈ കൃഷ്ണദ്വൈപായനൻ ദ്രൗണിയായിട്ട് മാറും. അതീതാസ്തു തഥാവ്യാസ സപ്തവിംശതിരേവച. അങ്ങനെ 27 വ്യാസന്മാർ, 27 ദ്വാപരയുഗങ്ങൾ കഴിഞ്ഞു. 28ാമത്തെ ഇത് ഇപ്പോഴുള്ള വ്യാസന്റെ പേര് കൃഷ്ണദ്വൈപായനൻ. അങ്ങനെ 27 വ്യാസന്മാർ കഴിഞ്ഞു. യുഗം തോറും പുരാണ സംഹിത തൈസ്തു കഥിതാസ്തു യുഗേ യുഗേ, അവർ പുരാണ സംഹിത രചിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ യുഗങ്ങളിലും എന്ന് പറയുന്ന 24ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ, അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ഈ മുമ്പ് പറഞ്ഞ 27 വ്യാസന്മാർ? അതിനുള്ള മറുപടിയാണ് നമുക്ക് നാളെ സൂതവാണിയായിട്ട് കേൾക്കാൻ സാധിക്കുക. ഇപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു,
ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.